ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിന്നൊരു തട്ടിക്കൂട്ടും മട്ടൻ ബിരിയാണി റെസിപ്പി കണ്ടാലോ. അപ്പോൾ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ആദ്യം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, ഗരം മസാലപ്പൊടി. ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക. ഈ ഒരു അരപ്പ് നമ്മൾ മട്ടൻ വേവിക്കാനും മട്ടൻ മസാലയ്ക്കും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ മട്ടൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മട്ടനാണ്. അത് കല്ലുപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മട്ടൻ വേവിക്കാനായിട്ട് നമ്മൾ ഉപ്പ്, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഇപ്പോൾ അരച്ച് വെച്ച ആ ഒരു കൂട്ടുമിട്ട് നന്നായി ഒന്ന് ചേർത്തെടുക്കുക. മട്ടൻ വേവിക്കുമ്പോൾ ഒരു വെള്ളം ഒഴിക്കരുത്. നമ്മൾ നേരെ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. ഇത് നന്നായി ഒന്ന് ചേർത്തെടുത്തതിന് ശേഷം വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ മട്ടൻ കുക്കറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്കിനി 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബിരിയാണി റൈസ്. അത് നന്നായി കഴുകിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ ഇവിടെ വേവായിട്ടുണ്ട്. മട്ടൻ സ്റ്റോക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് 1/4 ഗ്ലാസ് മട്ടൻ സ്റ്റോക്കാണ്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഞാൻ 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ഗ്ലാസ് മട്ടൻ സ്റ്റോക്കാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് റൈസ് വേവിക്കുന്നതിലേക്ക്. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കാനായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു, സവാള ഇട്ടു, ബേ ലീഫും പട്ട, ഏലക്ക അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ റൈസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ച ആ 3/4 ഗ്ലാസ് സാദാ വെള്ളവും പിന്നെ നമ്മൾ ആ മട്ടൻ സ്റ്റോക്ക് 1/4 ഗ്ലാസും നമ്മൾ ഒഴിക്കുന്നുണ്ട്. പിന്നെ നേരെ അത് ലോ ഫ്ലെയിമിൽ അത് റൈസും വെള്ളവും ഒരേ ലെവലായി വരുന്ന വരെ നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മട്ടൻ മസാല തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ സവാളയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസും വെള്ളം ഒരേ ലെവലായിട്ടുണ്ട്. വെള്ളം ഒരിക്കലും വറ്റി പോകരുത്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് അതങ്ങനെ അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മട്ടൻ മസാല റെഡിയായി കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ബ്രൗൺ കളർ ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ച ആ ഒരു കൂട്ട് നമ്മളിലേക്ക് ആഡ് ചെയ്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, ഗരം മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ടാണിത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് സവാളയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിതിലോട്ട് മല്ലിപ്പൊടിയാണ്, ഒരു മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് കുഴഞ്ഞു വരുമ്പോൾ നമ്മളതിലോട്ട് തൈര് ആഡ് ചെയ്യണം. തൈരും ഇട്ട് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മട്ടൻ അതിലോട്ട് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് വേണ്ട സാലഡ് റെഡിയാക്കാം ബിരിയാണിയിലേക്ക്. അപ്പോൾ സവാളയും പച്ചമുളകും തക്കാളിയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിങ്ങനെയാണ് ചെയ്യാറ് എപ്പോഴും സാലഡ് ചെയ്യുമ്പോൾ. എനിക്കതൊരു ടേസ്റ്റ് തോന്നാറുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. അതിലോട്ട് നമുക്കിനി തൈര് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാലഡും റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി പ്ലേറ്റിലോട്ട് തട്ടാം. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സവാളയൊക്കെ വറുത്തിടുന്നവർക്ക് ഇടാം കേട്ടോ, ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സാലഡും അച്ചാറും ബിരിയാണിയും മട്ടനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. മട്ടൻ നന്നായിട്ട് വേവായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.